ഐസ് ഏജിന്റെ 4ാം ഭാഗമായ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് 2012 പുറത്തിറങ്ങിയത്. ഡോൺ ഓഫ് ദ ഡൈനസോർ സംഭവങ്ങൾക്ക് ശേഷം 16 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. സ്ക്രാച്ച് പിന്നെയും തദൈവ. അവൻ കാരണം ഒറ്റക്കരയിൽ നിന്ന് ഭൂമിയുടെ കര പിളരുകയാണ്. അപ്പോൾ സ്ക്രാച്ച് കാരണമാണ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് ഉണ്ടായത്. ഭൂമിയിൽ 7 വൻകരകൾ ഉണ്ടായത്, പല ജീവികളും ഉത്ഭവിച്ചത്. എന്താ അല്ലേ? അപ്പോൾ ഭൂമി പിളരുകയാണ്. മാനിക്ക് എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. ടീച്ചേഴ്സ് ഇപ്പോൾ ടീനേജർ ഗേൾ ആയിട്ടുണ്ട്. അവളെ കാണാനില്ല. മാനി ആകെ ടെൻസ്ഡ് ആണ്. പുള്ളിക്കാരി മോൾഹോഗായ ലൂയിസുമായി കമ്പനി അടിച്ച് നടക്കുകയാണ്. മാനി അവളെയും വിളിച്ചു പോരുന്നു. ഡിയാഗോയും ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ അതാ കുറെ സ്ലോട്ട്സ് ഒരു കാരേജിൽ വരുന്നു. ഡിയാഗോ ആണെങ്കിൽ ആ കാരേജിൽ കുടുങ്ങിക്കിടപ്പാണ്. അവരെല്ലാം കൂടെ മാനിയുടെ മേലാണ് പോയി വീഴുന്നത്. ഡിയാഗോ ആകെ കലിപ്പിലാണ്. സിഡിന് അവരെ മനസ്സിലാകുന്നു. അത് അവന്റെ പാരന്റ്സും ബ്രദേഴ്സും പിന്നെ അമ്മാമ്മയുമായിരുന്നു. സത്യത്തിൽ അവർ അവനെ ഒഴിവാക്കി തന്നെ രക്ഷപ്പെട്ടതാണ്. അമ്മാമ്മ ഒരു കഥാപാത്രമാണ്. അവന്റെ വിശേഷങ്ങൾ പറയാനെന്നും പറഞ്ഞ് അമ്മാമ്മയെ സിഡിന്റെ കൂടെ ഫാമിലി പറഞ്ഞയക്കുന്നു. എന്നിട്ട് അവരങ്ങോട്ട് മുങ്ങുന്നു. സിഡിനെ കണ്ടുപിടിച്ച് അമ്മാമ്മയെ അവിടെ തട്ടാൻ വേണ്ടി മാത്രമാണ് അവർ വന്നത്. അമ്മാമ്മക്കാണിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സ്വഭാവമുണ്ട്. അതാ അമ്മാമ്മയെ കാണാനില്ല. തിരിഞ്ഞു നടക്കുമ്പോൾ മാനി ടീച്ചേഴ്സിനെയും ഫ്രണ്ടിനെയും കാണുന്നു. അവൾ കുറെ ടീനേജ് മാമോത്തുകളെയും നോക്കി നിൽപ്പാണ്. അതിലെ പയ്യനായ ഏതനോട് അവൾക്ക് എന്തോ ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. അവൾ കാല് തന്നെ വീണ് റൈഡിലൂടെ പോയി ഏതന്റെ മേൽ വീഴുന്നു. പക്ഷെ തക്ക സമയത്ത് തന്നെ മാനി അവിടെ എത്തുന്നു. ചൂടാവുന്നു. അവൾ ഓവർ ബോസിയായ മാനിയുടെ ആറ്റിറ്റ്യൂഡിൽ ദേഷ്യം പിടിച്ച് പിണങ്ങിപ്പോകുന്നു. മാനി എന്റെ അപ്പച്ചനല്ലായിരുന്നെങ്കിൽ അവൾ പറയുന്നു. പിണക്കം തീർക്കാൻ എലി തീരുമാനിക്കുമ്പോൾ ഭൂമി അതാ രണ്ടായി പിളരുകയാണ്. മാനിയും ഡിയാഗോയും സിഡും ഒറ്റപ്പെടുന്നു. അപ്പുറത്തുള്ള ലാൻഡ് ബ്രിഡ്ജിൽ ഞങ്ങൾ എത്തിക്കോളാമെന്ന് അവർ പറയുന്നു. എത്ര വർഷമെടുത്താലും ഞാൻ തിരിച്ചെത്തും, മാനി പറയുന്നു. ഇതെല്ലാം താൻ കാരണമാണ് സംഭവിച്ചത് എന്നും പറഞ്ഞ് ടീച്ചേഴ്സ് കരയുകയാണ്. എല്ലി സമാധാനിപ്പിക്കുന്നു. ഇതൊന്നും നീ കാരണമല്ല സംഭവിച്ചത്. പിന്നെ മാനിയെ നിനക്ക് അറിയാത്തത് കൊണ്ടാണ്. മാനി തിരിച്ചു വരും, എന്ത് സംഭവിച്ചാലും. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന പോലെ ഒരു പൊരിഞ്ഞ മഴയും വരുന്നു. കുടുങ്ങിക്കിടക്കുന്ന ലൂയിസിനെ രക്ഷിച്ച് ടീച്ചേഴ്സ് എലിയുടെ അടുത്ത് തിരിച്ചെത്തുന്നു. മഴയിലും കാറ്റിലും പെട്ട് കഷ്ടപ്പെടുമ്പോൾ ഒരു വലിയ ഞണ്ടും അവരുടെ കൂടെ അതിൽ കയറുന്നു. അവർ വലിയൊരു തിരയെ അതിജീവിക്കുന്നു. പക്ഷെ ഞണ്ട് അതിന് പിന്നെ കാണാനില്ല. ഒരു ചുഴലിക്കാറ്റിൽ അവർ പെടുന്നു. ആരുടെയൊക്കെയോ പ്രാർത്ഥനകൾ കൊണ്ട് മാനിയും ടീമും അതിജീവിച്ചിരിക്കുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഗ്രാനി അവരുടെ കൂടെ പെട്ടിട്ടുണ്ടെന്ന്. എന്റെ അമ്മ, ഒരു മുതലാണ് ഈ അമ്മാമ്മ. അയ്യോ, സ്ക്രാറ്റും കൂടെ പെട്ടിട്ടുണ്ട് കേട്ടോ. ആ വഴിയിൽ അവനൊരു ദ്വീപിലെത്തുന്നു. ഒരു അസ്ഥിക്കോടും ലക്ഷ്യം കാണിച്ച ഒരിടം നോക്കുമ്പോൾ ദാ ഒരു എക്കോൺ. ഒരു വലിയ കല്ല് പിടിച്ച് അടിത്തട്ടിൽ എത്തി എക്കോൺ എടുക്കുമ്പോൾ അതിലൊരു മാപ്പായിരുന്നു. എക്കോണിന്റെ കലവരായ ഒരു ദ്വീപിലേക്കുള്ള മാപ്പ്. അവനത് ലക്ഷ്യമാക്കി പോകുന്നു. പക്ഷേ അവനെ ആരോ വലിച്ചു കൊണ്ടുപോകുന്നു. ഒരു തുള്ളി വെള്ളം കിട്ടാതെ ദാഹിച്ചു വലഞ്ഞിരിക്കുകയാണ് മാനിയും കൂട്ടരും. അമ്മാമ്മ പക്ഷേ ഇല്ലാത്തൊരു പെറ്റായ പ്രഷ്യസിനെ തേടി നടപ്പാണ്. ആകാശത്തൊരു പക്ഷിയെ കാണുന്നു. പക്ഷേ പക്ഷി വിളിച്ചിട്ട് വരുന്നില്ല. അത് പറന്നു ചെല്ലുന്നത് ക്യാപ്റ്റൻ ഗട്ടിന്റെ കപ്പലിലേക്കാണ്. ക്യാപ്റ്റൻ ഗട്ട് ഒരു കടൽ കൊള്ളക്കാരനാണ്. അവരുടെ ഐസ് കപ്പൽ മാനിയുള്ള ഐസിനെ ട്രാപ്പ് ചെയ്യുന്നു.
അതിൽ കുറെ പേരുണ്ടായിരുന്നു. ക്യാപ്റ്റൻ ഗഡ് പരിചയപ്പെടുത്തുന്നു. ലാൻഡ് ബ്രിഡ്ജ് എത്താൻ മാനി സഹായം ചോദിക്കുന്നു. പക്ഷെ അങ്ങോട്ടൊരു വഴിയുമില്ല എന്ന് ക്യാപ്റ്റൻ പറയുന്നു. എന്നാൽ ഒരു മണ്ടൻ ശൃംഗടി അറിയാതെ വഴി പറയുന്നു. അപ്പോഴേക്കും ക്യാപ്റ്റൻ സറണ്ടർ ചെയ്യാൻ അവരോട് പറയുന്നു. ഇല്ലേൽ എന്ന് പറഞ്ഞ് ആക്രമിക്കുകയാണ്. മൂപ്പരുടെ വലങ്കയായ ഷീറ എന്ന സാബർടൂത്ത് ഡിയാഗോയെ തടയുന്നു. എല്ലാവരും കീഴ്പ്പെടുത്തി തടവിലാക്കിയിട്ടുണ്ട്. സ്ക്രാറ്റും അവിടെയുണ്ട്. എൻജോയ് ചെയ്യുന്നത് അമ്മമ്മ മാത്രമാണ്. തങ്ങളുടെ കൂടെ ചേരാൻ മാനിയോട് ക്യാപ്റ്റൻ ഗഡ് പറയുന്നുണ്ട്. ക്യാപ്റ്റനെ സംഭവമാക്കി ക്യാപ്റ്റന്റെ ക്രൂ പാട്ടുപാടുന്നു. കൂടെ വരാൻ എല്ലാവരും പ്രലോഭിപ്പിക്കുന്നു. പക്ഷെ മാനിക്ക് ഫാമിലിയാണ് മുഖ്യം. ഇത് കേട്ട് എല്ലാത്തിനെയും കടലിൽ തള്ളിയിടാൻ തീരുമാനിക്കുന്നു. സിഡിനാണ് ആദ്യം നറുക്ക് വീണത്. എന്നാൽ ലേഡീസ് ഫസ്റ്റ് എന്നും പറഞ്ഞ് അമ്മാമ്മ ആദ്യം ചാടാൻ പോവുകയാണ്. ബാക്കിയുള്ളവർ അപ്പോഴേക്കും കെട്ടെല്ലാം പൊട്ടിച്ച് അമ്മാമ്മയെ രക്ഷിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ അമ്മാമ്മയെ രക്ഷിക്കുന്നു. കപ്പൽ രണ്ടായി പിളരുന്നു. എന്നാൽ മാനിയും ടീമും ഒരു ഐസിൽ രക്ഷപ്പെടുന്നു. ക്യാപ്റ്റന്റെ ടീം ഒരു കുഞ്ഞ് ഐസിലും. പക്ഷെ ഷീറ ഇപ്പോഴും വെള്ളത്തിലാണ്. അവൾ പെടുന്നത് നമ്മുടെ ടീമിന്റെ മുന്നിലും. രക്ഷിക്കാൻ മാനി വിളിക്കുന്നുണ്ട്. വരാത്തത് കണ്ട് അവളെ പിടിച്ച് അവരുടെ കൂടെ കയറ്റുന്നു. ഡിയാഗോയും ഷീറയും വഴക്കാവുന്നു. എലിയും പീച്ചസും ബാക്കിയുള്ളവരും ലാൻഡ് ബ്രിഡ്ജ് ലക്ഷ്യമാക്കി യാത്രയിലാണ്. ക്ഷീണിച്ച് അവർ ഒരു ബ്രേക്ക് എടുക്കുന്നു. പീച്ചസ് തന്റെ അച്ഛനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏതൻ അവളുടെ അടുത്ത് വരുന്നു. അവളും അമ്മയെ പോലെ മരത്തിൽ തൂങ്ങിയാണ് കിടപ്പ്. നാളെ മുതൽ എന്റെ കൂടെ നടക്കാൻ താല്പര്യമുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. അവൾ ആകെ ത്രിൽഡ് ആവുന്നു. അവനും അവളിൽ വളരെയധികം ഇംപ്രസ്ഡ് ആണ്. പക്ഷെ ലോയിസിനെ കൂടെ കൂട്ടരുത് എന്നൊരു കണ്ടീഷൻ അവൻ വെക്കുന്നു. ഓ അതിനെന്താ, അവൾ പറയുന്നു. ഇതെല്ലാം എലി കേൾക്കുന്നുണ്ടായിരുന്നു. നീ വലിയ സന്തോഷത്തിലാണല്ലോ. പക്ഷെ ഒരു കാര്യം നീ അറിയണം. പക്ഷെ നീ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ അത് മാറ്റാൻ ശ്രമിക്കുന്ന ആരുടെ കൂടെയും നീ കൂടരുത്. ഓ അതൊക്കെ എനിക്കറിയാം എന്ന് പീച്ചസ് മറുപടി പറയുന്നു. എന്നിട്ട് അമ്മയെ പോലെ മരത്തിൽ തൂങ്ങിക്കിടക്കാതെ ഏതിനും കൂട്ടരും കിടക്കുന്ന പോലെ കിടന്നുറങ്ങുന്നു. കടലിൽ മാനിയൻ ടീമും ഒരു ചെറിയ ഐസിൽ തന്നെയാണ്. സ്ക്രാറ്റും അതിലുണ്ടായിരുന്നു. അവർ ദൂരെ ഒരു കര കാണുന്നു. ഒരു ദ്വീപായിരുന്നു അത്. ഒരു ചങ്ങാടമുണ്ടാക്കി ഇവിടെ നിന്ന് പോവണമെന്ന് മാനി പറയുന്നു. അപ്പോഴേക്കും ഷീര അവരിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഡിയാഗോ പിന്നാലെ കൂടി അവളെ പിടികൂടുന്നു. അപ്പോഴാണ് ദ്വീപിന്റെ മറുഭാഗം ശ്രദ്ധിക്കുന്നത്. അവർക്ക് പോവാനുള്ള വഴി അതിലൂടെയായിരുന്നു. എന്നാൽ ക്യാപ്റ്റനും കൂട്ടരും ആ വഴിയിലുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. അവർ ഒരു കപ്പൽ സെറ്റ് ചെയ്യുന്ന പണിയിലാണ്. തടവിലാക്കപ്പെട്ട് ഒരുപാട് ഹയറാക്സുകൾ ഉപയോഗിച്ച് ആണ് ആ കപ്പൽ നിർമ്മിക്കുന്നത്. കൊടും പീഡനമാണ് അവിടെ നടക്കുന്നത്. ലാൻഡ് ബ്രിഡ്ജിലെത്താൻ ക്യാപ്റ്റൻ ഗട്ടിന്റെ കപ്പൽ തട്ടിയെടുക്കാമെന്ന് മാനി പറയുന്നു. ഷീറ ഇപ്പോൾ തടവിലാണ്. ഒരു കൊള്ള സംഘത്തിന്റെ കൊള്ളക്കപ്പൽ നിങ്ങൾ കൊള്ളയടിക്കാനുള്ള തീരുമാനത്തിലാണല്ലേ? നടന്നത് തന്നെ. അപ്പോൾ ക്യാപ്റ്റൻ ഗട്ടിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട കുറെ ഹയറാക്സിനെ അവിടെ കാണുന്നു. കൊള്ളക്കാർക്കെതിരെ ഒരുമിച്ച് പോരാടിയാലോ? രണ്ടു കൂട്ടരും രക്ഷപ്പെടും. തടവിലാക്കപ്പെട്ട ഹയറാക്സുകളെയും രക്ഷിക്കാം, മാനി അവരോട് പറയുന്നു. പക്ഷെ വല്ലതും അവർക്ക് മനസ്സിലായാലല്ലേ? അപ്പോഴതാ നമ്മൾ സിഡ് ഇതൊക്കെ എന്ത് എന്ന ഭാവത്തിൽ അവൻ അവരോട് സംസാരിക്കുന്നു. സംഗതി സക്സസ് ആവുന്നു. അങ്ങനെ ഹയറാക്സുകളും അവരുടെ കൂടെ കൂടുന്നു. ഡിയാഗോയും ഷീറയും കൂട്ടുകൂടാൻ ശ്രമിക്കുന്നുണ്ട്. താൻ സ്വയം സാബർടൂത്ത് ഗ്യാങ് വിട്ടതാണെന്ന് അവൾ പറയുമ്പോൾ ഷീറയും അങ്ങനെ വിട്ടതാണെന്ന് മനസ്സിലാവുന്നു. എന്നാൽ സ്വന്തം സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവൻ വരെ കളയാൻ പറ്റുന്ന ഒരു ടീമാണ് എന്റെ കൂടെയുള്ളതെന്ന് ഡിയാഗോ പറയുന്നു. പക്ഷേ ക്യാപ്റ്റന്റെ ടീം ഷീറയെ തിരിഞ്ഞു പോലും വന്നിട്ടില്ല. നിങ്ങൾക്ക് ക്യാപ്റ്റനെ തോൽപ്പിക്കാനാവില്ല എന്ന് ഷീറ പറയുന്നു. അതൊക്കെ നിന്റെ തോന്നൽ മാത്രമാണെന്ന് ഡിയാഗോ മറുപടി പറയുന്നുണ്ട്. മാനിയുടെ ടീം ഉഗ്രം പ്ലാനിങ്ങിലാണ് അപ്പുറത്ത്. രാവിലെ എല്ലാവരും റെഡിയാവുന്നു. ഡിയാഗോ തടവിലുള്ള ഹയറാക്സുകളെ രക്ഷിക്കും. സിഡ് കപ്പലിന്റെ നങ്കൂരം കൈക്കലാക്കും. ബാക്കിയുള്ളവർ ക്യാപ്റ്റൻ ക്രൂവിനെ നേരിടും. അപ്പോഴേക്കും ഷീറ രക്ഷപ്പെട്ടു ഓടുന്നു. ക്യാപ്റ്റൻ ഗഡിന്റെ അടുത്തെത്തുന്നു.
ഷീര കാര്യങ്ങൾ പറയുന്നു. നീ ആ ഡിയാഗോയെ വകവരുത്തിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവർ എന്നെ തടവിലാക്കിയിരുന്നു എന്ന് അവൾ മറുപടി പറയുന്നു. നീ ഒരു വൻ തോൽവിയാണ്, എനിക്ക് വേണ്ടത് പോരാളികളെയാണ്, പൂച്ചക്കുട്ടികളെ അല്ല എന്നും പറഞ്ഞ് അവളെ അപമാനിക്കുകയാണ്. ഡിയാഗോയെ കൊന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന മുയലണ്ണാനെ വലം കൈയായി നിയമിക്കുന്നു. അപ്പോഴേക്കും ഒരു ശംഖുവിളി കേൾക്കുന്നു. ഹൈറാക്സ് ആർമിയാണ്. ഇത്തിരി കുഞ്ഞന്മാരെ കണ്ട് ക്യാപ്റ്റനും ക്രൂവും പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഹൈറാക്സ് വലിയൊരു ശംഖെടുത്ത് ഊതുന്നു. ദാ മാനി അതാ അവിടെ. ക്രൂ അവരെ നേരിടാൻ വരുന്നു. ഡിയാഗോ ഹൈറാക്സിനെ മോചിപ്പിക്കുകയാണ്. സിഡും അമ്മാമൻ കെട്ടുകൾ ഊരുകയാണ്. എന്നാൽ ഒരു ബെറി കണ്ട് സിഡ് തന്റെ ദൗത്യം മറക്കുന്നു. ആളെ തളർത്തുന്ന ബെറിയാണ് അതെന്ന് ഡിയാഗോ പറയുന്നുണ്ട്. പക്ഷെ ആര് കേൾക്കാൻ? ക്രൂ എത്തുമ്പോഴേക്കും ഗ്ലൈഡേഴ്സ് ഉണ്ടാക്കി ഒരു കൂട്ടം ഹൈറാക്സുകൾ വന്ന് താഴെയുള്ള ഹൈറാക്സുകളെയും കൊണ്ട് പറന്ന് രക്ഷപ്പെടുന്നു. മൊയലണ്ണൻ മാനിയെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. പക്ഷേ അതൊരു ട്രാപ്പായിരുന്നു. ക്രൂവിനെ പറ്റിച്ച് ഷിപ്പ് കൈക്കലാക്കാൻ വേണ്ടി നമ്മുടെ ടീമിന്റെ പ്ലാൻ. ഒരു കാര്യം പോലും മര്യാദക്ക് ചെയ്യരുത് കേട്ടോ എന്ന് സിഡിനോട് മാനി പറയുന്നുണ്ട്. ഷിപ്പ് നീങ്ങുന്നത് കാണുന്നു, ക്രൂ വരുന്നതും. ഒരുവിധം അവർ കപ്പലിലെത്താൻ നോക്കുകയാണ്. ക്യാപ്റ്റൻ പിന്നാലെ തന്നെയുണ്ട്. ഡിയാഗോ ഒഴിച്ച് എല്ലാവരും ഷിപ്പിലെത്തുന്നു. ഡിയാഗോയെ ഷീര പിടികൂടുന്നു. മാനി കപ്പൽ നിർത്തി വെയിറ്റ് ചെയ്യുകയാണ്. എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ലെന്ന് ഷീര പറയുന്നു. നീ ഞങ്ങളുടെ കൂടെ വാ, എന്റെ കൂടെ വാ, ഡിയാഗോ അവളെ വിളിക്കുന്നു. ഒന്ന് ആലോചിച്ച ശേഷം അവൾ വരാൻ തീരുമാനിക്കുകയാണ്. പക്ഷെ അവൾ അവിടെ തന്നെ നിൽക്കുന്നു, ക്യാപ്റ്റൻ ഗട്ടിനെയും ക്രൂവിനെയും തടയാൻ. കലിപ്പ് കയറി വട്ടായ ക്യാപ്റ്റൻ ഐസ്ബർഗ് മുറിച്ച് ഒരു വലിയ കപ്പലുണ്ടാക്കുന്നു. ഷീറയുടെ ചതി അവൻ മനസ്സിലാക്കുന്നു. ഇതിനെല്ലാം കാരണമായ മാനിയെ താൻ നശിപ്പിക്കും, അവന് പ്രിയമുള്ള എല്ലാത്തിനെയും, ക്യാപ്റ്റൻ പറയുന്നു. സ്ക്രാറ്റ് ഒരു ഗ്ലൈഡർ ഉണ്ടാക്കി ട്രഷർ തിരിഞ്ഞു പറക്കാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ ഒരു ഷാർക്കിന്റെ വായിലെത്തുന്നു. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് പുരോഗമിക്കുകയാണ്. എല്ലാരും പോകുന്നതിന് താഴെയുള്ള പാർക്കെട്ടിലൂടെ പീച്ചസും ഏതനും ഫ്രണ്ട്സും കൂടെ പോവുകയാണ്. ലൂയിസ് മുകളിൽ നിന്ന് അവരുടെ ശബ്ദം കേൾക്കുന്നു. ലൂയിസ് തന്റെ വലിയ ഫ്രണ്ട് ഒന്നുമല്ല എന്ന് പീച്ചസ് ഒരു ഘട്ടത്തിൽ പറയുന്നു. ഇത് അവനെ സങ്കടപ്പെടുത്തുന്നു, പിണങ്ങിപ്പോകുന്നു. അപ്പോഴേക്കും ലാൻഡ് ഷിഫ്റ്റ് കാരണം ആ ഇടം തകരുകയാണ്. അവർ ഒരുവിധം പുറത്തെത്തുന്നു. ഒട്ടും സീരിയസ് അല്ലാത്ത ഏതനും കൂട്ടരോടും പീച്ചസ് ചൂടാവുന്നു. അവർ പീച്ചസിന്റെ അബ്നോർമൽ കുടുംബത്തെ കളിയാക്കുന്നു. ഒപ്പോസംസ് ആയാൽ എന്താ കുഴപ്പമെന്ന് അവൾ തർക്കിക്കുന്നു. ഇമാതിരി കളി കളിച്ചാൽ മാമോത്തുകൾ ഒട്ടും വൈകാതെ അപ്രത്യക്ഷമാവുമെന്ന് പീച്ചസ് പറഞ്ഞു പോകുന്നു. ഡിയാഗോക്ക് ഷീറയോട് പ്രണയമാണെന്ന് ഫ്രണ്ട്സ് മനസ്സിലാക്കുകയാണ്. മാനി ടീമിന്റെ ഷിപ്പ് പോയി ഒരിടത്തെത്തുന്നു. തങ്ങളുടെ മനസ്സിൽ ഇഷ്ടമുള്ളവർ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. പക്ഷെ വർഷപ്പിശക് മനസ്സിലാക്കിയത് മാനിയാണ്. അതെല്ലാം ഭീകരന്മാരായ സൈറൻസ് എന്ന സീമോൺസസിന്റെ ഏരിയ ആയിരുന്നു. ഈ രീതിയിൽ വശീകരിച്ച് ഇര പിടിക്കുന്ന ടീമാണ് അവർ. എന്തെങ്കിലും സംഭവിക്കും മുമ്പ് മാനി ഷിപ്പ് തിരിച്ചുവിടുന്നു. തലനാരിയേക്കാണ് രക്ഷപ്പെട്ടത്. എന്നാൽ അവരുടെ മുന്നിൽ സ്ക്രാച്ച് പെടുന്നുണ്ട്. ഷിപ്പിലുണ്ടായിരുന്ന ഭക്ഷണമെല്ലാം അമ്മാമ തന്റെ ഇമാജിനറി പെറ്റായ പ്രഷ്യസിന് കൊടുക്കുകയാണ്. പക്ഷേ പ്രഷ്യസ് വെറും തോന്നലല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവർ ലാൻഡ് ബ്രിഡ്ജിന്റെ അടുത്തെത്താറായി. എലിയും പീച്ചസും. ലൂയിസിനോട് നീ സോറി പറയണമെന്ന് എലി പറയുന്നുണ്ട്. ഇതിനിടയിൽ ബ്രിഡ്ജ് തകരുകയാണെന്ന് അവർ മനസ്സിലാക്കുന്നു. അവരെല്ലാം അവിടെ കുടുങ്ങുന്നു. ലാൻഡ് ബ്രിഡ്ജ് തകരുന്നത് മാനിയും കാണുന്നുണ്ട്. വിളിച്ചിട്ട് ആരും വിളി കേൾക്കുന്നില്ല.
പക്ഷെ ദൂരെ നിന്ന് പീച്ചസിന്റെ ശബ്ദം കേൾക്കുന്നു. എന്നാൽ ക്യാപ്റ്റൻ ഗട്ട് അവരെ പിടികൂടിയിരിക്കുന്നു. എലിയെ മധുര പ്രതികാരം, അവൻ അങ്ങനെയാണ് അതിനെ പറഞ്ഞത്. നിനക്ക് വേണ്ടത് എന്നെയല്ലേ എന്നും പറഞ്ഞ് മാനി അവിടെ എത്തുന്നു. പക്ഷേ പീച്ചസിനെ വിടുന്നില്ല. എന്നാൽ ലൂയിസ് വന്ന് അവരെ എതിർക്കുന്നു. ആഹാ, എന്നാൽ കാണാമല്ലോ എന്ന് പറഞ്ഞ് ഒരു കത്തി അവന് കൊടുക്കുന്നു. കയ്യിലത് ഒതുങ്ങുന്നില്ല. എന്നാലും അവൻ നേരിടാൻ ശ്രമിക്കുന്നു. അവൻ കാരണം കപ്പൽ പിളരുന്നു. ക്യാപ്റ്റന്റെ കാലിനൊന്ന് അവൻ കൊടുക്കുന്നു. പിന്നെ ഫൈറ്റാണ്. അമ്മാമയും സിഡിനെയും കടലിലേക്ക് തള്ളിയിടാൻ നിൽക്കുമ്പോൾ അമ്മാമ പ്രഷ്യസിനെ വിളിക്കുന്നു. പ്രഷ്യസ് വരുന്നു. പ്രഷ്യസിനെ കണ്ട് അമ്മാമല്ലാത്ത എല്ലാവരും അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അതൊരു വലിയ തിമിംഗലമായിരുന്നു. സിഡും അമ്മാമയും അതിന്റെ അകത്ത് കയറുന്നു. ഫൈറ്റ് മുറുകിയിട്ടുണ്ട്. സിഡും അമ്മാമയും കൂടി പ്രഷ്യസിനെ അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് വാട്ടർ അറ്റാക്ക് നടത്തുന്നു. എല്ലാവരെയും പറത്തിവിടുന്നു. പാറകൾ ഇടിഞ്ഞു വീഴുകയാണ്. ക്യാപ്റ്റൻ എലിയെ കൊല്ലാൻ വരുന്നു. പക്ഷേ പീച്ചസ് വന്ന് അവനെ തള്ളി മാറ്റി രക്ഷപ്പെടുന്നു. മാനിക്ക് മകളിൽ അഭിമാനം തോന്നുന്ന നിമിഷം. എല്ലാം തകരും മുമ്പ് രക്ഷപ്പെടാൻ നോക്കവേ ക്യാപ്റ്റൻ മാനിയെ പിടികൂടുന്നു. ഫൈറ്റും തുടരുകയാണ്. മാനി അവനെ ഒരു സിക്സർ അടിച്ച് പറത്തിവിടുന്നു. മാനി വീഴും മുമ്പ് പ്രഷ്യസ് വന്ന് അവനെ രക്ഷിക്കുന്നു. ക്യാപ്റ്റൻ ഗട്ട് വന്ന് പെടുന്നത് സൈറൻസിന്റെ മുന്നിലാണ്. പിന്നെ പറയണ്ടല്ലോ. പ്രഷ്യസ് മാനിയും കൊണ്ട് തിരിച്ചെത്തുന്നു. ഫാമിലിയോട് ഒന്നിക്കുന്നു. സിഡും അമ്മാമയും എത്തുന്നു. സിഡ്, നീ ഒരു ഹീറോയാണെന്ന് പറയുന്നു. അമ്മാമയും ഷീര ടീമിന്റെ കൂടെ ചേരുന്നു. പീച്ചസ് ലൂയിസിനോട് ക്ഷമയും നന്ദിയും പറയുന്നു. പ്രഷ്യസ് എല്ലാവരെയും കൊണ്ട് കപ്പൽ ഒരു തീരം തേടി പോവുകയാണ്. തീരമെത്തിയപ്പോൾ പ്രഷ്യസ് യാത്ര പറഞ്ഞ് തിരിച്ചു പോകുന്നു. ഹൈറാക്സും തീരത്തേക്ക് പറക്കുകയാണ്. പീച്ചസ് ഇപ്പോൾ തന്റെ കൊച്ചുകുട്ടിയല്ല എന്ന് തിരിച്ചറിഞ്ഞ മാനി അവളെ ലൂയിസിന്റെ കൂടെ അവിടെ ചുറ്റിക്കാണാൻ സമ്മതം മൂളുന്നു. ഹീറോ ആയ ലൂയിസിനെ ഈതനും കൂട്ടരും അംഗീകരിക്കുന്നു. നിനക്ക് ഇപ്പോഴാണ് എല്ലാം തികഞ്ഞ നല്ല ഫാമിലി ലഭിച്ചതെന്ന് അമ്മാമ സിഡിനോട് പറയുന്നുണ്ട്. പല്ലില്ലാത്ത അമ്മാമക്ക് അവനൊരു കിടലൻ വെപ്പുപല്ലും സമ്മാനിക്കുന്നുണ്ട്. അതാ പുതിയ തീരം അവരെ കാത്തു നിൽക്കുകയാണ്. ഇനി സ്ക്രാറ്റിന്റെ കാര്യം. അവൻ ആ ദ്വീപ് കണ്ടെത്തിയിരിക്കുന്നു. സ്ക്രാറ്റ്ലാൻഡിസ്. അവിടെ അവൻ സ്വീകരിക്കപ്പെടുന്നു. അതൊരു അക്കോണിന്റെ പറദീസയായിരുന്നു. ആകെ എക്സൈറ്റഡ് ആയി വട്ടായ അവസ്ഥ. ഒരു വലിയ അക്കോൺ കണ്ട് അത് എടുക്കാൻ നിൽക്കുമ്പോൾ അത് എടുക്കരുതെന്ന് പറയുന്നു. സ്ക്രാറ്റ്ലാൻഡിസിനെ സംരക്ഷിക്കുന്നത് അതായിരുന്നു. പക്ഷെ ആര് കേൾക്കാൻ? അത് എടുക്കുന്നു. വെള്ളം കുതിച്ചു കയറി സ്ക്രാറ്റ്ലാൻഡിസും വെള്ളവും മൊത്തം ഭൂമിയിലേക്ക് വലിഞ്ഞു പോകുന്നു. അവിടെ ഒരു മരുഭൂമിയായി മാറുന്നു. സ്ക്രാറ്റിന്റെ അധോഗതി കാണിച്ചുകൊണ്ട് മൂവി അവസാനിക്കുന്നു.